My precious friends, I beg of you to spend time with the Lord. പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തോടൊത്ത് സമയം ചെലവാക്കാൻ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. Early morning is the best time to seek the Lord. ദൈവത്തെ അന്വേഷിക്കാൻ അതിരാവിലെയാണ് ശരിയായ സമയം. You can feel the presence of God in a different way. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വ്യത്യസ്തമായി അനുഭവിക്കാൻ സാധിക്കും. Likewise, when we seek Him with all our hearts, with all our mind, automatically we can see the presence of God. ഇങ്ങനെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും കൂടി അന്വേഷിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഓട്ടോമാറ്റിക്കായി നമുക്കറിയാനാകും. The Lord will be pleased to be with us. ദൈവം നമ്മോടൊത്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടും. My precious children of God, I welcome all of you to this program and I greet each one of you in the name of our Lord and Savior Jesus Christ. പ്രിയ സുഹൃത്തുക്കളെ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച് വന്ദനം In this പറയുന്നു. world, every day we have to seek the presence of God. ഈ ലോകത്ത് ദിവസവും നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. To have the presence of God, what we have to do? ദൈവ സാന്നിധ്യം ഉണ്ടാകാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? We have to read the Word of God നാം ദൈവവചനം വായിക്കണം, and spend time in prayer. പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുകയും We വേണം. have to talk to God and speak to Him every time. നാം എല്ലായ്പ്പോഴും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. Then only we'll be united with Him. അപ്പോഴേ നമുക്ക് ദൈവവുമായി ചേരാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. Lord Jesus will be pleased with us and He will be with us all the time. കർത്താവായ യേശു നമ്മിൽ സന്തോഷിക്കും, സദാകാലം നമ്മോടൊത്തുണ്ടാവും. Then we can feel the presence of God also all the time. അപ്പോൾ നമുക്ക് എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാനും സാധിക്കും. That is the true Christian life. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. Nowadays people are cheating themselves by not reading the Word of God, not speaking to the Lord, not spending with the presence of God, not seeking the Lord themselves. They say, I am a Christian. ഇക്കാലത്ത് ജനങ്ങൾ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കാതെയും ദൈവത്തോട് സംസാരിക്കാതെയും ബൈബിൾ വായിക്കാതെയും ദൈവസാന്നിധ്യം അന്വേഷിക്കാതെയും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് സ്വയം കബളിപ്പിക്കുന്നു. My precious friends, I beg of you to spend time with the Lord. പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തോടൊത്ത് സമയം ചെലവാക്കാൻ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. Early morning is the best time to seek the Lord. ദൈവത്തെ അന്വേഷിക്കാൻ അതിരാവിലെയാണ് ശരിയായ സമയം. The Lord in His grace taught me to get up at 4:30 and to speak to Him and to read His word and to spend in His presence. കർത്താവ് എന്നെ 4:30 മണിക്ക് എഴുന്നേൽക്കാനും വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ സമയം ചിലവാക്കാനും കൃപയോടെ പഠിപ്പിച്ചിരിക്കുന്നു. Do the same thing. നിങ്ങളും അങ്ങനെ ചെയ്യൂ. After 6 or 7 people will be coming and you'll have a lot of noises and disturbances. 6 മണിക്ക് ശേഷം ചിലരൊക്കെ വരും, ഒരുപാട് ഡിസ്റ്റർബൻസസ് ഉണ്ടാകും. You can feel the presence of God in a different way. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വ്യത്യസ്തമായി അനുഭവിക്കാൻ സാധിക്കും. Likewise, when we seek Him with all our hearts, with all our mind, automatically we can see the presence of God. ഇങ്ങനെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും കൂടി അന്വേഷിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഓട്ടോമാറ്റിക്കായി നമുക്കറിയാനാകും. The Lord will be pleased to be with us. ദൈവം നമ്മോടൊത്തിരിക്കാൻ ഇഷ്ടപ്പെടും. You can hear His voice. ദൈവത്തിന്റെ സ്വരം നാം കേൾക്കും. He will guide us and lead us for every single thing. ഓരോ കാര്യത്തിനും ദൈവം നമുക്ക് വഴി കാണിച്ച് നമ്മെ നടത്തും. When I lost my husband, I was so unhappy. ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വളരെ അസന്തുഷ്ടയായിരുന്നു. I never knew what to do. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. That time the Holy Spirit, as a man, as a woman, He talked to me. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പുരുഷനായും സ്ത്രീയായും എന്നോട് സംസാരിച്ചു. And instructed me to do this, to do that. അത് ചെയ്യ്, ഇത് ചെയ്യ് എന്ന് എനിക്ക് നിർദ്ദേശം തന്നു. Through that I was strengthened in the Lord. അതിലൂടെ ഞാൻ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചു. The one who was crying all the time stopped crying and looked upon the face of Jesus. എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ കരച്ചിൽ നിർത്തി ദൈവത്തിങ്കലേക്ക് നോക്കി. Do the same thing every day. ദിവസവും നിങ്ങളും ഇത് ചെയ്യൂ. Unless we seek Him like that, we cannot receive any blessings from the Lord. നാം ദൈവത്തെ ഇതുപോലെ അന്വേഷിച്ചാലല്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹം ലഭ്യമാക്കാൻ സാധിക്കില്ല. Some years back, my servant lady was cooking in the kitchen. വർഷങ്ങൾക്ക് മുൻപ് എന്റെ സെർവന്റ് ലേഡി അടുക്കളയിൽ പാചകം ചെയ്യുകയായിരുന്നു. I was sitting in the dining room near that kitchen. ഞാൻ അടുക്കളയുടെ അടുത്തുള്ള ഡൈനിങ് റൂമിലാണ് ഇരുന്നത്. And as I was there, I had a call from somebody. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആരോ എന്നെ ഫോണിൽ വിളിച്ചു.
She was possessed with the devil and suffering a lot. That's why that lady called me. ഒരു സ്ത്രീ പിശാച് ബാധ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്നെ വിളിച്ചത്. I was filled with this fruit of the Holy Spirit, goodness through the power of God, and I started praying for that woman. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഫലമായി നന്മയാൽ നിറയ്ക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. As I was praying for that woman who called me through the phone, and the same time the power of God touched my servant who was possessed with the devil for a long time. എന്നെ ഫോണിൽ വിളിച്ച സ്ത്രീക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേസമയം പിശാച് ബാധ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എന്റെ സെർവന്റ് ദൈവിക ശക്തിയാൽ നിറഞ്ഞു. Who was possessed with the devil for a long time. കുറെ കാലമായി പിശാച് അവളെ ബാധിക്കപ്പെട്ടിരുന്നു. And she came running to me. അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്നു. And caught hold of me and said, I'm healed. എന്റെ കൈ പിടിച്ചു പറഞ്ഞു, എനിക്ക് സുഖമായി, I got deliverance. ഞാൻ വിടുവിക്കപ്പെട്ടു, I'm happy. ഞാൻ സന്തോഷിക്കുന്നു. Both the times the goodness of the fruit of the Holy Spirit and also the power of the Holy Spirit worked. ഞങ്ങൾ രണ്ടുപേരിലും ഒരേ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ഫലവും പ്രവർത്തിച്ചു. This simple thing I am telling you. ഞാനൊരു ലളിതമായ കാര്യം പറയാം. You can also be used like that, my friends. നിങ്ങളും ഇതുപോലെ ഉപയോഗിക്കപ്പെടും. So many people are in need these days. ഈ കാലത്ത് അനേകർക്ക് ഇത് ആവശ്യമുണ്ട്. So many people are crying because of various addictions, various problems of this world. അനേകം ജനങ്ങൾ പലതരത്തിലുള്ള ശീലങ്ങളാലും പ്രശ്നങ്ങളാലും ഈ ലോകത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. People are in tears. ജനങ്ങൾ കരയുകയാണ്. Just to deliver such people from the tears and to give them solace and comfort of the Holy Spirit, we have to be filled with the fruit of the Holy Spirit, goodness. അങ്ങനെയുള്ള ജനങ്ങളെ കണ്ണുനീരിൽ നിന്ന് വിടുവിക്കാനും അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും കരുതലും നൽകാനും വേണ്ടി നാം പരിശുദ്ധാത്മാവിന്റെ നന്മ എന്ന ഫലത്താൽ നിറഞ്ഞിരിക്കണം. See the life of Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം നോക്കൂ. All the time he was helping people. യേശു എല്ലായ്പ്പോഴും ജനങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നു. So many problems they had and they came to Jesus Christ and they got delivered in a miraculous way. അനേക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന് അത്ഭുതകരമായി വിമോചിക്കപ്പെട്ടു. In the same way you can also be used. ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഉപയുക്തരാകാൻ You സാധിക്കും. can also be used mightily. നിങ്ങളെയും അതിശക്തമായി ഉപയോഗിക്കാനാവും. Believe വിശ്വസിക്കൂ and expect a miracle. എന്നിട്ട് അതിശയം പ്രതീക്ഷിക്കൂ. Don't say I can't do all those things. എനിക്കൊന്നും ചെയ്യാനാവില്ലെന്ന് പറയരുത്. I don't have belief. എനിക്ക് വിശ്വാസമില്ലെന്നും. Just come to Jesus. യേശുവിലേക്ക് വരൂ. He has every blessings for you. യേശു നിങ്ങൾക്ക് അനേകം അനുഗ്രഹങ്ങൾ Spend കരുതിയിട്ടുണ്ട്. time at his presence. ദൈവ സാന്നിധ്യത്തിൽ സമയം ചിലവാക്കൂ. Oh, he was filled with all God's abundant love. യേശു ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. Let me explain to you one incident. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. Once Jesus was passing through a place called Nain. ഒരിക്കൽ യേശു നയീൻ എന്ന ഒരു സ്ഥലത്തിലൂടെ പോവുകയായിരുന്നു. As he was proceeding along with his disciples, he saw a crowd coming before them. യേശു ശിഷ്യന്മാരോടൊത്ത് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ നേർക്കൊരു കൂട്ടം ജനങ്ങൾ വരുന്നത് There they were bringing a dead body of a young boy. അവർ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരന്റെ ജഡവും പേറിക്കൊണ്ടാണ് His വന്നത്. mother was a widow. അവന്റെ അമ്മ വിധവയായിരുന്നു. She had no peace. അവൾക്ക് സമാധാനമില്ല. She was crying bitterly. അവൾ ആർത്ത് നിലവിളിച്ചുകൊണ്ടിരുന്നു. When Jesus saw that woman, യേശു ആ സ്ത്രീയെ കണ്ടപ്പോൾ he was moved with compassion. അവളോട് യേശുവിന് സഹതാപം That തോന്നി. time he was filled with the goodness of the Holy Spirit. അപ്പോൾ യേശു പരിശുദ്ധാത്മാവിന്റെ ഫലത്താൽ And the നിറഞ്ഞിരുന്നു. power of God filled him. ആ ശക്തി യേശുവിനെ നിറച്ചിരുന്നു. You know what he did? യേശു എന്താണ് ചെയ്തതെന്ന് അറിയാമോ? If you read Luke 7th chapter verses 11 to 15, we can read about this story. ലൂക്കോസ് 7-ാം അധ്യായം 11 മുതൽ 15 വരെ വായിച്ചാൽ ഈ കഥ മുഴുവനും മനസ്സിലാകും. And Jesus went close to the open coffin and touched the body. യേശു തുറന്നിരിക്കുന്ന ശവപ്പെട്ടിയുടെ അടുത്ത് ചെന്ന് അവന്റെ ശരീരം തൊട്ടു. And said, young man, arise. എന്നിട്ട് പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്കൂ. The power of God touched the young man and he got up immediately. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനെ തൊട്ടു. അവൻ അപ്പോൾ തന്നെ എഴുന്നേറ്റു. Fully alive. പരിപൂർണ ജീവനോടെ. Dead man coming to life. മരിച്ചവൻ ജീവനോടെ എഴുന്നേറ്റു. What a great miracle it was. എത്ര മഹത്തായ അത്ഭുതമായിരുന്നു അത്. And the widowed mother was so happy. വിധവയായ അമ്മ വളരെ സന്തോഷിച്ചു.
Likewise, you can also be shining for the glory of God. ഇതുപോലെ നിങ്ങൾക്കും ദൈവമഹത്വത്തിനായി പ്രകാശിക്കാൻ When സാധിക്കും. you are filled with the fruit of the Holy Spirit, goodness. പരിശുദ്ധാത്മാവിന്റെ ഫലമായ നന്മയാൽ നിറയ്ക്കപ്പെടുമ്പോൾ, So my friends, let us also follow his footsteps. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്കും യേശുവിന്റെ കാലടികൾ Get filled with the power of God. ദൈവശക്തിയാൽ നിറയ്ക്കപ്പെടൂ. Get filled with the power of God. ദൈവശക്തിയാൽ നിറയ്ക്കപ്പെടൂ. Hallelujah. ഹല്ലേലൂയ. As I explained to you, I am filled with the power of God. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ദൈവിക ശക്തി കൊണ്ട് You നിറയും. can also be filled with the power of God in the same way. ഇതുപോലെ നിങ്ങൾക്കും ദൈവിക ശക്തിയാൽ നിറയാനാകും. Hallelujah. ഹല്ലേലൂയ. And you will be receiving this goodness, the fruit of the Holy Spirit in your life also. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ ഫലമായ നന്മ നേടാൻ സാധിക്കും. To receive this blessing, what Jesus did. ഈ അനുഗ്രഹം ലഭിക്കാനായി യേശു എന്താണ് ചെയ്തത്? In his day-to-day life, he had a close communion with his Father. ദൈനംദിന ജീവിതത്തിൽ യേശുവിന് പിതാവിനോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. If you read John 10:30, യോഹന്നാൻ 10:30 വായിച്ചാൽ, the Lord Jesus says, I and my Father are one. യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. In the same way, we should seek him and we should be one with our Father. ഇതുപോലെ നാമും ദൈവത്തെ അന്വേഷിച്ച് ദൈവവുമായി ഒന്നാകണം. And second important thing we read in John 14:23, it says, if anyone loves me, he will keep my word and my Father will love him. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം യോഹന്നാൻ 14:23 പറയുന്നു, യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. So read the word of God as much as you can every day. അതുകൊണ്ട് കഴിയുന്നത്ര ദൈവവചനം ദിവസവും വായിക്കൂ. Lord will bless you because of that. അത് കാരണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. If you read Matthew 5:16, it says, മത്തായി 5:16 വായിച്ചാൽ ഇപ്രകാരം പറയുന്നു, your life will shine for God's glory because of that. അത് കാരണം നിങ്ങളുടെ ജീവിതം ദൈവമഹത്വത്തിനായി പ്രകാശിക്കും. When you are shining like that, what will happen? നിങ്ങൾ പ്രകാശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? There will be good works. സൽപ്രവർത്തികൾ നടക്കും. And you will be glorifying the Father. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. And Romans 2:7 says, റോമർ 2:7 പറയുന്നു, God will render eternal life to those who by patient continuance in doing good seek for glory, honor and immortality. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷമതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭ്യമാകും. So what we have to do? അതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത്? As we read in Colossians chapter 1 verse 10, walk worthy of the Lord, fully pleasing him, being fruitful in every good work and increasing in the knowledge of God. കൊലോസ്യർ 1:10 പറയുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാകണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. May the Lord help you to receive this goodness, the gift, and shine for the glory of God. നന്മ എന്ന ഫലം ലഭിക്കുവാനും ദൈവമഹത്വത്തിനായി പ്രകാശിക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹായ് മാ, ഹലോ പപ്പ, രണ്ടുപേർക്കും സുഖമാണോ? എന്നെ എടുക്കുവാ? ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്? ടാബ്ലറ്റ് ഒക്കെ ശരിക്കും എടുക്കുന്നുണ്ടോ? നിനക്ക് സുഖാണോ? നീ നന്നായിരിക്കുന്നു? നീ ഫുഡ് കഴിച്ചോ? അമ്മ സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല, ഒരു മിനിറ്റ്. എന്താ അമ്മേ, ഈ ശബ്ദം കേട്ടപ്പം എന്റെ മകൾക്ക് ഇനിയും കല്യാണം നടക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കുവാണോ? സങ്കടപ്പെടില്ലേ അമ്മ? എന്റെ മകൾക്ക് മാത്രം എന്തിനാ വിവാഹം തടസ്സപ്പെടുന്നത്? ഇന്ന് പല മാതാപിതാക്കളുടെയും ഹൃദയത്തിലെ ആഗ്രഹമാണിത്. ഈ ആഗ്രഹം നിറവേറ്റുന്നതിനുള്ള ദൈവീക പരിഹാരം യേശു വിളിക്കുന്നു കുടുംബാനുഗ്രഹ പദ്ധതി. ഇതിൽ ചേരുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടുന്നതോടൊപ്പം കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടുന്നതിനെ നിങ്ങൾ കാരണമായി തീരുന്നതിനാൽ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. jesuscalls.org അല്ലെങ്കിൽ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം സന്ദർശിച്ച് ഈ പദ്ധതിയിൽ ചേരുവിൻ. യേശു വിളിക്കുന്നു കുടുംബാനുഗ്രഹ പദ്ധതിയിൽ ഞങ്ങൾ നിങ്ങളുടെ കുടുംബാനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു.